മുണ്ടക്കൈ ചൂരൽമല സമീപവാസികളെ കൊണ്ട് നിറഞ്ഞ് യാത്ര ചെയ്തിരുന്ന KSRTC ബസ് ഇപ്പോൾ വിരലിൽ എണ്ണാവുന്നവരെയും കൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളടക്കം മരണപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും കണ്ടക്ടർ നിസാറിന് മാറിയിട്ടില്ല. നമ്മളിപ്പോഴുള്ളത് ചൂരൽമല അങ്ങാടിയിലാണ്. ഇവിടെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ് ഇപ്പോഴും സർവീസ് തുടരുന്നുണ്ട്. അതേസമയം ആ മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം അവരുടെ സർവീസിൻ്റെ രീതി തന്നെ മാറിയിട്ടുണ്ട്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ആൾക്കാരെയും കൊണ്ട് വന്നുകൊണ്ടിരുന്ന KSRTC ബസ് ഇപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമാണ് ആ ബസ്സിൽ. ഈ ചൂരൽമലയിലേക്ക് വരാനുള്ളത് വളരെ കുറച്ച് പേര് മാത്രമാണ്. അവിടെയുള്ള ആൾക്കാർ, മുണ്ടക്കയിലെ ആൾക്കാർ നമുക്കറിയാം, എല്ലാവരും മാറിപ്പോയിരുന്നു, അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ടു പോയതിനു ശേഷം മറ്റുള്ള ആൾക്കാരൊക്കെ മാറിപ്പോയി. ചൂരൽമലയിലും ഇപ്പോൾ അങ്ങാടി സജീവമല്ലാത്തതുകൊണ്ട് അവിടെയും ആളുകൾ കുറവാണ്. നമുക്ക് KSRTC ആ സമയത്ത് നേരത്തെ ഒരു വർഷം മുമ്പ് തന്നെ സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അവർ കണ്ടക്ടറും ഡ്രൈവറൊക്കെ ഉണ്ട്. നമുക്ക് ചോദിക്കാം, അങ്ങനെ ഇപ്പോൾ പിന്നെ നേരത്തെ ഒരു വർഷം മുമ്പും ഈ സർവീസ് ഉണ്ടായിരുന്നാണോ? അതെ, ഉണ്ടായിരുന്നു. ആ സമയത്ത് നിറച്ച ആൾക്കാരൊക്കെ വരുന്ന സ്കൂൾ കുട്ടികൾ കൂടുതലായിട്ട് ഇവിടുന്ന് ഒത്തിരി ഒരു സീറ്റിംഗ് കുട്ടികൾ തന്നെ ഇവിടെ നിന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഉരുൾപൊട്ടലിന് ശേഷം കാര്യമായിട്ട് ഇല്ല. ഇവിടുന്ന് ഇപ്പോൾ നീരിക്കാപ്പുന്ന അങ്ങോട്ടേക്കുള്ള സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. സർവീസ് ഇങ്ങോട്ട് വരാനും പോകാനും വളരെ കുറവാണ്. നേരത്തെ പിന്നെ നല്ല രീതിയിൽ ഇവിടുന്ന് തന്നെ വണ്ടി സ്റ്റാൻഡിംഗ് ലോഡിലായിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നീരിക്കാപ്പുന്ന കുറഞ്ഞ ആളുകൾ പിന്നെ താഞ്ഞിലോടുന്ന് അങ്ങോട്ടേക്കാണ് യാത്രക്കാരുള്ളൂ. അപ്പോൾ നേരത്തെ ചൂരൽമലയിലുള്ള ആൾക്കാരും മുണ്ടക്കയിലേക്കുള്ള ആൾക്കാരും എല്ലാവരും ഇതിൽ തന്നെ വരുന്നത്? തീർച്ചയായിട്ടും എല്ലാവരും രാവിലെ പിന്നെ ഏറ്റവും കൂടുതൽ KSRTC ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് യാത്രക്കാരുണ്ടായിരുന്നത്. ഇപ്പം ഇല്ല. ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പം അതൊന്നും ഇല്ല. ബസ് തന്നെ ഉള്ളൂ. ഈ പണ്ട് പിന്നെ ഇതേ വണ്ടിയിൽ വന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മരണപ്പെട്ടത് അല്ലേ ആ സമയത്ത്? അറിയാം. ഞാൻ നേരത്തെ പിന്നെ വർഷങ്ങളായിട്ട് ഈ റൂട്ടിൽ സർവീസിലുണ്ട്. പിന്നെ നമുക്കിതിലെ സ്കൂൾ കുട്ടികൾ നമ്മൾ പാസ് പിന്നെ എടുത്ത് മേപ്പാടി സ്കൂളിലേക്കും കൽപ്പറ്റയിലേക്കൊക്കെ വന്നിരുന്ന കുട്ടികളിൽ ഒരുപാട് കുട്ടികളൊന്നും ആരുമില്ല. അവരൊക്കെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ആൾക്കാരെയും പല എല്ലാവരും, കാരണം നിങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും മുഖപരിചയമുള്ള ആൾക്കാരായിരിക്കും അല്ലേ? മുഖപരിചയം ഒത്തിരി ആൾക്കാർ മുഖപരിചയമുണ്ട്. അതിൽ പിന്നെ ഏറ്റവും നമുക്ക് ഷോക്കായത് ഈ മരണം കഴിഞ്ഞതിന് ശേഷം പത്രത്തിൽ വന്ന ഫോട്ടോകൾ കണ്ടപ്പോൾ ഒരുപാട് വിഷമമുണ്ടായ വാർത്തയാണ്. ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ്, പലരും പേര് പോലും ഞാൻ പറയുന്നുണ്ടാവും അല്ലേ? ഒരുപാട് ആളുകൾ. ഞങ്ങളിപ്പോൾ മുണ്ടക്കയിൽ ഈ ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം അന്ന് വൈകിട്ട് സർവീസ് വന്നിരുന്നു. അന്ന് മുകളിലെ പള്ളീൻ്റെ അടുത്തുള്ള ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടാണ് പോയത്. പിറ്റേ ദിവസം അവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഇവിടേക്ക് സർവീസ് വരുമ്പോൾ ആ ഒരു വേദന ഇപ്പോഴും ഉണ്ട്? തീർച്ചയായിട്ടും. പലരെയും ഇപ്പോഴും ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ വളരെ വിഷമം തന്നെയാണ് ഈ ഒരു അവസ്ഥ. എന്തായാലും മറ്റുള്ളവരെങ്കിലും വീണ്ടും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളൊരു ആശംസയാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു ജീവിതം അവർക്ക് ഉണ്ടാവണം. ഇനി ഇങ്ങനത്തെ ഒരു ദുരന്ത വിഭാഗത്ത് ഉണ്ടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും. നിങ്ങൾ നേരത്തെ ഉള്ളതാണ്, പുതുതായിട്ട് വന്നാണ് ഡ്രൈവർ? ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്നു. ആൾക്കാർ ഞാൻ നാട് മേപ്പാടി തന്നെയാണ്, ഇവിടെ അറിയുന്നതാണ്. പറ്റ കുറവാ. ആദ്യത്തെ അപേക്ഷിച്ചിട്ട് ആരും ഇല്ലാന്ന് തന്നെ പറയാം. അങ്ങനെ പറ്റ കുറവാ. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ലേ, രാവിലെയൊക്കെ ഭാഗത്ത് എമ്മാരി മഴ, രാവിലെയൊക്കെ നല്ല മഴയും. സ്വാഭാവികമായിട്ട് എന്തായാലും ഉണ്ടാവും. നമ്മൾ വീട് മേപ്പാടി ആണെങ്കിൽ പോലും ഞാൻ രാവിലെ മൂപ്പരോട് വരുമ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ, നല്ല മഴയാ ഭാഗത്ത് നിന്ന്. നല്ല പേടിയില്ലാത്തവരുണ്ടാവില്ലല്ലോ, അവസ്ഥ കണ്ടില്ലേ. ഏതായാലും വലിയ ഓർമ്മകൾ ഈ ബസ് എന്ന് പറയുന്ന KSRTC ബസ് എന്ന് പറയുന്നത് ഇവിടുത്തെ മുണ്ടക്കൈ ചുരൽ നിവാസികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നു. കാരണം അവിടെ അവർ സ്കൂളിലേക്ക് പോകുന്നതും ജോലി സ്ഥലത്തേക്ക് പോകുന്നതും തിരിച്ച് വീട്ടിലേക്ക് വരുന്നതൊക്കെ തന്നെയും ഈ KSRTC ബസ്സായിരുന്നു. അതിൻ്റെ ഓർമ്മകൾ ഈ ബസ്സിനകത്തുണ്ട്. ഇതിലുള്ള കണ്ടക്ടർക്കും ഡ്രൈവർക്കൊക്കെ തന്നെ ഉണ്ട്. എന്തായാലും ദുരന്തത്തിൻ്റെ ഒരു 1-ാം വാർഷികത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ആ ഓർമ്മകൾ നമ്മളിലേക്ക് വരികയാണ്. ശേഷിച്ച ആൾക്കാർക്ക് പുനരധിവാസം എത്രയും വേഗത്തിലാകട്ടെ എന്നുകൂടി നമ്മൾ പ്രത്യാശിക്കുകയാണ്.